ഹലോ, ലിസ്വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡങ്കറി ടോപ്പാണ്. ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഇതൊരു മീറ്റർ തുണിയേ ഉള്ളൂ. പക്ഷേ അതിന് വീതി 60 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അത് 1 മീറ്റർ, അപ്പം 40 ഇഞ്ച് ഇറക്കം കിട്ടും. വീതി നമ്മൾ 4 മടക്കി ഇടുകയാണ് ചെയ്യുന്നത്. ഇത് ജൂട്ടിൻ്റെ തുണിയാണ്. ഇതിൻ്റെ ലൈനിങ് ആണ് ഇപ്പോൾ ഈ കാണുന്ന തുണി. ഇതിന് നമുക്ക് വീതി കുറവാകും. 32 ഇഞ്ച് വീതിയേ നമുക്ക് അതിനുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് തുണി എങ്ങനെ വേണ്ട 2 മടക്കായിട്ട്, താഴോട്ട് 2 മടക്കായിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം നമുക്ക് തുണി 2 മീറ്റർ വേണം. അപ്പോൾ ഈ 2 മീറ്ററുള്ള ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ 60 ഇഞ്ച് വീതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. 60 ഇഞ്ച് ഇല്ല, ഒരു 44 ഇഞ്ച് വീതിയൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ 2 മീറ്റർ തന്നെ തുണി വേണം. ഇതുപോലെ വേണം മടക്കിയെടുക്കാൻ. അപ്പോൾ അടികൊണ്ട് നമുക്ക് വേണേൽ കുറച്ചും കൂടെ വിരിവെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്കിതിന് വേണ്ടിയ വണ്ണം ഒരു 11 ഇഞ്ച് വണ്ണമാണ് വേണ്ടിയത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കൊരു 11 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്താം. ഇതൊരു 33 ഇഞ്ച് വണ്ണമുള്ള ആൾക്കാണ് ഇത് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 11 ഇഞ്ച്. ഇത് ഒരു 32, 36 ഇഞ്ചൊക്കെ വണ്ണമുള്ളവർക്ക് ഈ അളവ് തന്നെ എടുത്താൽ മതി. ഒരു 36 ഇഞ്ച് വണ്ണമുള്ളവർക്കാണെങ്കിൽ നമ്മൾ 36ൻ്റെ കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ 39. നമ്മൾ 4 ഭാഗിക്കുമ്പോൾ 9.25. 9.25 എടുത്താൽ നമുക്കിവിടെ 11 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി തുമ്പിനുള്ളത് കിട്ടും. അപ്പോൾ 36 ഇഞ്ചുള്ളവർക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഈ വണ്ണത്തിലെടുത്താൽ തയ്ക്കാൻ പറ്റും. ഇനി 32 ആണേലും പിന്നെ ഇതിനനുസരിച്ച് വണ്ണം കുറയുകയില്ല ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ണത്തിലെടുത്താൽ 32, 34, 36 വരെയുള്ളവർക്ക് നമുക്ക് ഈ വണ്ണം എടുത്താൽ നമുക്ക് തയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ 11 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് എടുത്തത് കുറച്ചുകൂടെ താഴെ ഒന്നും കൂടെ 11 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ ഇനി അടുത്ത് ഇനി ഷോൾഡർ നമുക്കൊരു വേണ്ടിയത് 5.5 ഇഞ്ചാണ് വേണ്ടിയത്. 11 ഇഞ്ച് നമ്മൾ വണ്ണം എടുത്തിരിക്കുന്നിടത്തുനിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ചും അടയാളപ്പെടുത്താം. ഇനി നമ്മൾ 5.5 അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ പോയിൻറ്റും ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ പോയിൻറ്റും കൂടെ കൂട്ടി യോജിപ്പിക്കുക. നമുക്കിവിടെ കഴുത്ത് എക്സ്ട്രാ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 ഇഞ്ച് ആണ് കഴുത്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആ 6 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് മുകളിലേക്ക് ടേപ്പ് വെച്ചിട്ട് വേണം നമ്മളതിൻ്റെ ഷേപ്പൊക്കെ അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ ഷേപ്പ് അടയാളപ്പെടുത്താൻ ഒരു 13 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. 13 ഇഞ്ചിൽ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം വരച്ച് അവിടെ നിന്ന് ഇപ്പം അടയാളപ്പെടുത്തിയ മാർക്കിൽ കൂടെ താഴേക്ക് കിട്ടുന്ന മുഴുവൻ വീതിയിൽ അങ്ങോട്ട് വരച്ചെടുക്കാം. വരച്ചിരിക്കുന്നതിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി ലൈനിങ് ആണ് നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അത് 2 മീറ്ററാണ്. 4 മടക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മളിപ്പം വെട്ടി വെച്ചിരിക്കുന്ന പീസ് എടുത്തിടുക. അതുപോലെ തന്നെ മറ്റേ ലൈനിങ് വെട്ടിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ഷേപ്പ് കൊടുക്കാം. സൈഡിൽ ഒരു 3 ഇഞ്ചും മുകളിലേക്ക് കയറ്റിയിട്ടൊരു മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് പിന്നെ ഷേപ്പിൽ ഇങ്ങോട്ട് വരച്ചെടുക്കും. ആ വരച്ചയിലെ ഒന്ന് വെട്ടിയും കൂടി എടുക്കാം.
ലൈനിങ് നമുക്ക് എപ്പോഴും ഇച്ചിരി കയറി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി കയറ്റി എടുത്തിട്ട് വെട്ടുന്നത്. ഇനി നമുക്ക് നല്ല പീസങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ലൈനിങ് എടുക്കുക. ലൈനിങ്ങിലാണ് നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ലൈനിങ് നമുക്ക് രണ്ടാക്കാം. താഴേക്ക് മടക്കിയല്ല ഇട്ടിരുന്നത്, അത് രണ്ടാക്കാം, ഫ്രണ്ടിലും ബാക്കിലും വേണ്ടിയിട്ട്. ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം. ഇപ്പം വെട്ടണ്ട, നമ്മൾ തയ്ച്ച് മറ്റേതിലേക്ക് നല്ല പീസിലേക്ക് വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ അകലെ ഒരു 3.25 എടുക്കാം. 3.25 മാർക്ക് ചെയ്യാം. താഴേക്ക് ഒരു 3. ഇനി ആ 2 പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് ബാക്കിലെ പീസിലും ഈ പീസിൻ്റെ മറുവശത്ത് ഇതിൻ്റെ മാർക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് ഒരുമിച്ച് വെച്ചിട്ട് ഒരു മെഷീനെ വെച്ച് ഒരു അടി അടിക്കുക. അപ്പോൾ ആ അടിപ്പ് കൂടെ രണ്ടിലും മാർക്ക് ചെയ്ത് വെച്ച് നമുക്ക് ആ മാർക്ക് ചെയ്തതിന് ശേഷം അടിച്ചത് അങ്ങോട്ട് അഴിച്ചു കളഞ്ഞാൽ മതി. ഇനി നമുക്ക് വേണ്ടിയത് കൈ മുകളിലേക്ക് പിടിപ്പിക്കുന്ന കൈയാണ് വേണ്ടിയത്. അതിനുള്ള തുണി എടുക്കാം. ഇനി നമ്മൾ മുകളിലേക്കുള്ള കൈക്കുള്ള പടിയാണ് എടുക്കാൻ പോകുന്നത്. അതിന് നമ്മളൊരു 6.5 ഇഞ്ച് ഇറക്കം. 6.5 എന്ന് പറയുമ്പോൾ മടക്ക് വരണം. അപ്പോൾ 13 ഇഞ്ച് ഇറക്കത്തിൽ ഒരു പീസ് എടുക്കുക. അതിനെ 2ആയിട്ട് മടക്കുക. 2 അല്ല 4 പീസ് വരണം കേട്ടോ. 2 ഉള്ളിലും കൂടെ 2 പടിയായിട്ട് അടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് അതിനെ നേരെ മടക്കുക, ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് അടിഭാഗത്തൊരു 3/4 ഇഞ്ച് വീതിയും മുകൾ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് വീതിയിലും മാർക്ക് ചെയ്യാം. അടിഭാഗത്തൊരു 3/4 ഇഞ്ച് വീതിയിലും മുകൾ ഭാഗത്ത് 1.5 ഇഞ്ച് വീതിയിലും മാർക്ക് ചെയ്തിട്ട് ആ 2 മാർക്ക് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ആ മാർക്കിലൂടെ അതങ്ങ് വെട്ടിയെടുക്കാം. ഇത് 2 പീസുണ്ട്. നമ്മൾ 2ആയിട്ട് മടക്കിയല്ലേ ഇട്ടേ. അപ്പോൾ 2 പീസ് വരുന്നുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ കൂടെ അടിച്ച് മറിച്ചെടുക്കണം. 2 സൈഡും. അടിഭാഗം വേണ്ട, 2 സൈഡ് മാത്രം അടിച്ചിട്ട് അതിനെ തുമ്പൊളിച്ച് മറിച്ചെടുക്കണം. അതുപോലെ തന്നെ 2 പീസ് ഒന്നും കൂടി എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കണം. എന്ന് വെച്ചാൽ 2 കൈക്കും വേണ്ടിയിട്ടാണ്. നമ്മളപ്പം വെട്ടിക്കഴിക്കും. ഇനി തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ കൈ അടിച്ചെടുക്കാം. നമ്മൾ കൈ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചെടുക്കണം. ഇനി നമ്മൾ ലൈനിങ്ങിൽ കഴുത്തിനുള്ള മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 പീസിലും വരാൻ വേണ്ടിയിട്ട് അതിലെ ആ മാർക്കിൽ കൂടി ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇനി അത് അഴിക്കുക. ഒരു വശത്ത് മാർക്ക് അടിച്ചിരിക്കുന്ന പാടയിൽ കൂടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഉൾവശത്തും വരണമല്ലോ. അപ്പോൾ നമ്മളത് അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പാടുണ്ടാവും. അടിച്ചതിൻ്റെ ആ പാടിൽ കൂടെ ഒന്നുകൂടെ വരച്ചു കൊടുത്താൽ മതി. പാട് കാണുന്നതിൽ വരച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിലെ നല്ല പീസ് എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ ലൈനിങ് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. നേരെ നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വരച്ചു വെച്ചിരിക്കുന്ന ഭാഗം മുകളിലാക്കത്തക്ക വിധത്തിലിടുക. അങ്ങനെ 2ൻ്റെയും സെൻറ്റർ ഒരുപോലെ ആക്കിയിട്ട് 2ഉം ഒരുപോലെ വെക്കുക. ഇനി ലൈനിങ് പതുക്കെ ഇങ്ങോട്ട് മാറ്റുക. മുഴുവൻ മാറ്റണ്ട, കുറച്ചിങ്ങ് മാറ്റുക. എന്നിട്ട് നമ്മൾ ആ കൈ അടിച്ച് വെച്ചിട്ടില്ലേ, ആ കൈ അവിടെ വെച്ച് കൊടുക്കുക. 2 കൈയും ഇപ്പുറത്തെ സൈഡിലും മറ്റേ കൈയും ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ലൈനിങ് അതുപോലെ വെക്കുക. സൈഡിൽ കൂടെ അങ്ങോട്ട് അടിക്കുക. അവിടുന്ന് തിരിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നതിൽ തന്നെ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് തയ്യലിൻ്റെ ഉള്ളിൽ കൂടെ 4 ഇഞ്ച് ഇട്ടിട്ട് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് മറിച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കൂടെ പ്രസ് ചെയ്ത് ഒന്ന് അടിച്ചുവിടാം. ഇനി നമുക്ക് അടുത്ത മറ്റേ പീസ് എടുക്കുക. ആ എടുത്തിട്ട് അത് നേരെ വെക്കുക. വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ കൈ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇനി അതിൻ്റെ മുകളിലേക്കാണ് ലൈനിങ് എടുത്ത് വെക്കേണ്ടത്. ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം വേണം നമുക്ക് മുകളിൽ കാണത്തക്ക വിധത്തിൽ വെക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യം തയ്ച്ച പോലെ തന്നെ
കൈക്കുഴി മുതൽ അടിച്ചു വന്ന ഷേപ്പ് വന്നിരിക്കുന്നതിലൂടെ അടിച്ച് നമുക്ക് തയ്ച്ച് എടുക്കാം. നമ്മളിതിൻ്റെ ഫ്രണ്ട് പീസിന് ഒരു പടി കൊടുക്കാനാണ് തുടങ്ങുന്നത്. അതിലൂടെ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 ഇഞ്ച് വീതിയിൽ ഒരു പീസ് മുറിച്ചെടുക്കുക. അത് എന്നിട്ട് നടുവേ മടക്കുക. നടുവേ മടക്കിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ടത് തിരിച്ച് മടക്കി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം കണ്ടോ, ഫ്രണ്ടിലൊരു പടിയായി. നമ്മളിപ്പോൾ ഇതാ പടി അടിച്ചിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും അടിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പോക്കറ്റാണ് വെക്കുന്നത്. പോക്കറ്റിൻ്റെ നീളം 6.25 വീതി 5.25 ആയിട്ട് ഒരു ക്യാൻവാസ് മുറിച്ചെടുത്ത് അടി നമ്മളൊരു ചെറിയ റൗണ്ട് പോലെ ഷേപ്പ് കൊടുത്ത് ക്യാൻവാസ് വെട്ടിയെടുത്തിട്ട് ആ ക്യാൻവാസ് ഒരു പീസയിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ സൈഡ് മടക്കി കൊടുക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോക്കറ്റ് നമ്മൾ അതേലോട്ട് പിടിപ്പിക്കുമ്പോൾ 2 അടുപ്പ് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ മടക്കി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് മുകളിലത്തെ മാത്രം പടിയടിക്കാം. ടോപ്പിൻ്റെ മുകളിൽ നിന്ന് ഒരു 19 ഇഞ്ച് ഇറക്കത്തിൽ ഒന്ന് മാർക്ക് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് അകലവും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ ആയിരിക്കണം നമ്മൾ പോക്കറ്റ് വെക്കുന്നത്. നമ്മൾ ബാക്ക് പീസിലേക്കും കൂടെ കൈ പിടിപ്പിച്ച് കഴിഞ്ഞു. എന്നിട്ടത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്നടിക്കുക. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഒന്നും കൂടെ അടിക്കുന്ന ഭംഗിയായിരിക്കും. ഇനി നമുക്ക് വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞിരുന്നു 33 ഇഞ്ച് വണ്ണമുള്ള ആൾക്കാണ്. 33ൻ്റെ കൂടെ നമ്മൾ 3 കൂടെ കൂട്ടുമ്പം 33 3 36. അപ്പം മുകളിലത്തെ വണ്ണം എന്ന് പറയുന്നത് 36ൻ്റെ പകുതി 18 നമുക്ക് അടയാളപ്പെടുത്താം. 2 വശത്തേക്കും തുല്യമായിട്ട് വേണം അകലം കിടക്കാനായിട്ട്. ഇനി ഇടവണ്ണവും ഇതുപോലെ 18 ആണെങ്കിൽ അതിൽ നിന്നൊരു 3 കുറച്ചിട്ട് 15 ഇടവണ്ണം കൊടുക്കേണ്ടത്. ഇനി നമുക്ക് താഴേക്ക് ഉള്ളത് വണ്ണം അങ്ങനെ അടിച്ച് അടി വരെ അങ്ങോട്ട് വിട്ടാൽ മതി. അടിയിലേക്ക് ചെല്ലും തോറും വണ്ണം കുറഞ്ഞിട്ട് വേണം അടിക്കാൻ. അടി കൊണ്ട് വിരിവ് കൂടുതൽ വേണം. അതുകൊണ്ട് അവിടം കഴിഞ്ഞ് നമ്മൾ ഇടവണ്ണം അടിച്ചു കഴിഞ്ഞിട്ട് താഴെ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് വീതി കുറച്ച് വേണം അടിക്കാനായിട്ട്. ഇനി പിന്നെ വേണ്ടിയത് നമ്മൾ അടിയും കൂടെ മടക്കി അടിക്കുകയാണ് വേണ്ടി ലൈനിങ് ആദ്യം മടക്കി അടിക്കണം. ലൈനിങ്ങിന് ഒന്നടിച്ച് രണ്ടാമതൊന്നും കൂടെ മടക്കിയിട്ട് വേണം അടിക്കാൻ. അതുപോലെ തന്നെ നല്ല പീസയിലും ഒന്നടിച്ച് പിന്നെ രണ്ടാമതൊന്നും കൂടെ അടിച്ചിട്ട് വേണം പൂർത്തിയാക്കാൻ.